ഹായ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെനറ്റ് വിൻഡേഴ്സന്റെ ദ സ്പെയർ റൂം എന്ന് പറയുന്നൊരു ഷോർട്ട് സ്റ്റോറി അഥവാ ചെറുകഥയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സമ്മറി നോക്കാം. ദ സ്പെയർ റൂം is about a woman who rents an old apartment in London's historic Spitalfields after leaving her marriage. അതായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ നമ്മുടെ ലണ്ടനിലെ ഒരു സ്പിറ്റൽഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ലേഡി ഒരു ലണ്ടനിലെ സ്പിറ്റൽഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് വാടകയ്ക്ക് എടുക്കുകയാണ്. നമുക്കിനി ഇതിനെ കുറച്ച് കാറ്റഗറൈസ് ചെയ്യാം. ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഞാൻ സമ്മറി ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ന്യൂ ഹോം ഇൻ എ ഹിസ്റ്ററിക് പ്ലേസ്. The narrator moves into a Georgian apartment in an area full of history, the Roman times through the medieval era. The neighborhood is now modern with glass buildings, coffee shops and busy streets. അതായത് ഒരു കാലഘട്ടത്തിൽ അത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ റോമൻ ടൈംസും അതുപോലെ തന്നെ മിഡീവിയൽ ഇറയിലൊക്കെ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ സ്പിറ്റൽഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥലത്തേക്കാണ് ആര് മാറിയത്? നമ്മുടെ നെറേറ്റർ, ആ ലേഡി മാറിയത് അങ്ങോട്ടാണ്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആ ലേഡി മാറുന്നത് ആ സ്ഥലത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചരിത്ര പ്രാധാന്യം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് അത് കുറച്ചുകൂടി മോഡേൺ സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ മോഡേൺ സ്ട്രീറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഗ്ലാസ് ഉള്ള ബിൽഡിങ്സ് കാര്യങ്ങൾ, കോഫി ഷോപ്സ്, അങ്ങനത്തെ ഒരുപാട് മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ഇന്ന് ഈ ഒരു സ്ഥലം. പിന്നെ വരുന്നത് ലൈഫ് ആഫ്റ്റർ ഡിവോഴ്സ്, അവരുടെ ജീവിതം, ഡിവോഴ്സിന് ശേഷമുള്ള അവരുടെ പുതിയ ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ്. ഫ്രഷ് ഫ്രം എ ഡിവോഴ്സ് ഷീ റൺസ് ദി അപ്പാർട്ട്മെന്റ് ഫോർ എ ഇയർ. ഓൾദോ ഷീ വാണ്ട്സ് എ ഫ്രഷ് സ്റ്റാർട്ട്, ഷീ സ്റ്റിൽ ഫീൽസ് ഹോണ്ടഡ് ബൈ മെമ്മറീസ് ആൻഡ് സാഡ്നസ്. സംഭവം ഇത്രയേ ഉള്ളൂ. അവര് ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ട്. അവര് ഈ അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കുന്നത് ഒരു വർഷത്തേക്കാണ്. നിങ്ങൾ അതാണ് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. അവർ ഈ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുന്നത് ഒരു വർഷത്തേക്കാണ്. അപ്പം അവൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് വേണം. ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്താണ്, അപ്പോഴൊക്കെ അവള് ഈ മെമ്മറീസ്, അവൾ നല്ലോണം അവളുടെ പാസ്റ്റ് മെമ്മറീസും അതുപോലെ തന്നെ നല്ലോണം ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവൾ വേട്ടയാടുന്നുണ്ട് അവളുടെ പഴയ പാസ്റ്റിലുള്ള മെമ്മറീസ് കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ദ മിസ്റ്റീരിയസ് സ്പെയർ റൂം. ഈ കഥയുടെ പേരെന്നെ എന്താണ്? ദ സ്പെയർ റൂം എന്നുള്ളതാണ്. സ്പെയർ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു എക്സ്ട്രാ റൂമിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പെയർ റൂം എന്ന് പറയാം. The apartment has a spare room. That seems strange. ആ അപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്? ഒരു സ്പെയർ റൂം ഉണ്ട്, ഒരു എക്സ്ട്രാ റൂം ഉണ്ട്. നമുക്ക് എന്തൊരു വിചിത്രമായിട്ട് അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ഒരു എന്തുണ്ട്? സ്പെയർ റൂം ഉണ്ട്. സൂൺ ആഫ്റ്റർ ഷീ മൂവ്സ് ഇൻ ഷീ നോട്ടീസസ് ഓൾ തിങ്സ് ഇൻ ദാറ്റ് റൂം. അവള് അപ്പാർട്ട്മെന്റിലേക്ക് വന്ന ദിവസം തന്നെ അവൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ അവൾ എന്താക്കുന്നുണ്ട്? നോട്ടീസ് ചെയ്യുന്നുണ്ട്, അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഒന്നാമത്തത് എ ബെഡ് ദാറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് യൂസ്ഡ്. ആ സ്പെയർ റൂമിൽ, എക്സ്ട്രാ ഉള്ള റൂമിൽ എന്തുണ്ട്? ഒരു ബെഡ് ഉണ്ട്. ആ ബെഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ആരോ അത് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. ആരോ അവിടുന്ന് കിടന്ന് എണീറ്റ് പോയ പോലെയൊക്കെ തോന്നുന്ന ഒരു ബെഡ് ഉണ്ട്. സ്ട്രേഞ്ച് സ്മെൽസ്, വിചിത്രമായിട്ടുള്ള എന്തുണ്ട്? സ്മെല്ലുകൾ വരുന്നുണ്ട്. ലൈക്ക് ഗ്യാസ് ആൻഡ് സിഗരറ്റ് ലൈറ്റർ ഫ്ലൂയിഡ്, ഗ്യാസിന്റെ മണം അതുപോലെ തന്നെ നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ഫ്ലൂയിഡിന്റെ മണം പോലത്തെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്മെൽസ് വരുന്നുണ്ട്. ആൻഡ് ഈവൻ എ ബ്രീഫ് ഗ്ലിംസ് ഓഫ് എ ഷാഡോ ഫിഗർ, ഇടയ്ക്ക് അവൾ എന്തോ ഒരു നിഴൽ പോലത്തെ രൂപം കാണുന്നുണ്ട്. ദീസ് ഇവന്റ്സ് മേക്ക് ഹർ ഫീൽ അൺഈസി. അപ്പൊ ഈ ഇത്രയും ഇവന്റ്സ് കാര്യങ്ങളൊക്കെ അവൾ എന്താക്കുന്നുണ്ട്? അവളുടെ പ്രയാസത്തിലാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, അവളെ റൂമിലേക്ക് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയ സമയത്ത് ഒരു സ്പെയർ റൂം നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ബെഡ് ഉണ്ട്. ആ ബെഡ് ആരോ ജസ്റ്റ് യൂസ് ചെയ്ത് പോയ പോലത്തെ ബെഡ് ഉണ്ട്. പിന്നെ ചില സ്ട്രേഞ്ച് ആയിട്ടുള്ള മണങ്ങൾ, സ്മെല്ലുകൾ വരുന്നുണ്ട്. ഈ ഗ്യാസിന്റെ അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്റർ ഫ്ലൂയിഡിന്റെ അങ്ങനത്തെ കുറച്ച് സ്മെല്ലുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അവരിടക്ക് അവർക്കൊരു നിഴലുള്ള രൂപം, എന്തോ നിഴൽ അവിടെ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫിയർ ആണ്. When the mysterious happenings scare her, a friendly neighbor named Joyce and her friend Billy come to help. Billy even stays over the night, easing her fear when things seems out of control. അതായത് അവള് ഈ ഒരു ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ അവരുടെ റൂമിൽ, അവളുടെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവൾക്ക് വളരെ പേടി തോന്നുന്ന സമയത്ത് അവളുടെ നെയ്ബർ ആയിട്ടുള്ള ജോയ്സ് അവളെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട് ബില്ലി ഒരു രാത്രി അവളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്ലൈഡ് നോക്കാം. Unsettling discoveries. Over time, the strange events continue. The narrator finds odd objects like a cigarette lighter and a nightshirt with a bad smell that reminded her of her past relationship. She begins to question
if the disturbance comes from the house itself or her own inner turmoil. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓരോ ഇവന്റ്സ്, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്കൊരു സിഗരറ്റ് ലൈറ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ അവളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിന്, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അവളെ ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതായത് ഈ ഡിസ്റ്റർബൻസ് ശരിക്കും വരുന്നത് ഈ വീട്ടിൽ നിന്ന് തന്നെയാണോ, അല്ലെങ്കിൽ എന്റെ മനസ്സിനുള്ളിൽ നിന്നാണോ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. Found past revealed. At the end of her stay, the landlady reveals that many years ago, an orange importer lived in the spare room and that he had killed himself there. അപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ലാൻഡ് ലേഡി ഇവളോട് വെളിപ്പെടുത്തുന്നുണ്ട്, ഇവിടെ ഒരു ഓറഞ്ച് ഇമ്പോർട്ടർ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ ഈ റൂമിൽ നിന്ന് അയാൾ സ്വയം മരിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദിസ് ഡിസ്കവറി എക്സ്പ്ലെയിൻ സം ഓഫ് ദി ഈറി ഫീലിംഗ്സ് ഇൻ ദ അപ്പാർട്ട്മെന്റ്. ഓവറോൾ ദ സ്റ്റോറി യൂസസ് ദ മിസ്റ്റീരിയസ് ഇവന്റ്സ് ഇൻ ദ സ്പെയർ റൂം ആൻഡ് ദ ഓൾഡ് അപ്പാർട്ട്മെന്റ് ടു മിറർ ദ നെറേറ്റേഴ്സ് ഇന്നർ സ്ട്രഗിൾ വിത്ത് ലോസ്, ലോൺലിനെസ് ആൻഡ് സ്റ്റാർട്ടിങ് ഓവർ. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും അവസാനം അവളോട് ലാൻഡ് ലേഡി വെളിപ്പെടുത്തുന്നുണ്ട്, ഇവിടെ ഓറഞ്ച് ഇമ്പോർട്ടർ ഉണ്ടായിരുന്നു, അയാൾ സ്വയം ഇവിടുന്ന് മരിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥയിലുള്ള സ്പെയർ റൂം മെയിനായിട്ട് എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ ഒരു ഇന്നർ സ്ട്രഗിൾ, അതുപോലെ തന്നെ അവളുടെ ലോസ്, അവളുടെ നഷ്ടം, ലോൺലിനെസ്, അതുപോലെ തന്നെ അവളെ സ്റ്റാർട്ടിങ് ഓവർ, പുതുതായിട്ട് ഒരു ലൈഫ് തുടങ്ങാൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് ഈ ഒരു കഥയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് വെക്കേണ്ടത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ആരാണ് ഇത് എഴുതിയത്, ഈ സ്റ്റോറി ദ സ്പെയർ റൂം എന്ന് പറഞ്ഞ സ്റ്റോറി എഴുതിയത് ജനറ്റ് വിൻഡേഴ്സിനാണെന്ന് ആലോചിച്ച് വെക്കുക. ഇത് എന്തിനെ പറ്റിയിട്ടാണ്, ഈ സ്പെയർ റൂം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇത് നോക്കേണ്ടത്. നമ്മൾ ഇനി അടുത്ത സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.